രാജേന്ദ്രൻ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം താങ്കൾ കേട്ടോ എന്നറിയില്ല. ഈ തിരുത്താൻ തീരുമാനിക്കണമെങ്കിൽ ആദ്യം തെറ്റുപറ്റി, കുഴപ്പങ്ങൾ ഉണ്ടായി എന്ന് ബോധ്യപ്പെടണമല്ലോ. വോട്ട് ചെയ്ത ആളുകൾക്കാണ് കുഴപ്പം പറ്റിയത്, തെറ്റ് പറ്റിയത്, ഞങ്ങൾക്കല്ല എന്ന് ശഠിച്ചാൽ തിരുത്തൽ നടക്കൂ? അങ്ങനെ ഒരു ശാഠ്യം അല്ലെങ്കിൽ ദുശാഠ്യം ഒക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഇനി പരിശോധിക്കപ്പെടുമല്ലോ അഭിലാഷേ. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ ആദ്യഘട്ടത്തിൽ സംസാരിച്ചപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയ ഒരു സംഗതിയുണ്ട്, അതോടൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അതായത് ഞാൻ കണ്ടത് ഇങ്ങനെ തിരുത്താൻ തീരുമാനിക്കുമ്പോൾ തന്നെ അങ്ങനെ തിരുത്തപ്പെടാതെ വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കുണ്ടാവുന്ന ഒരു അതൃപ്തിയും വിയോജിപ്പും ഒക്കെ ഉണ്ടാവുന്നത് പാർട്ടി CPM-ന്റെ അനുഭാവികളിലും അണികളിലും മാത്രമല്ല, CPM പ്രവർത്തകരിൽ തന്നെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം, അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോഴെന്താണ് ആ വിയോജിപ്പ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് എന്നിപ്പോൾ പറയുന്നത് പാർട്ടിയിൽപ്പെട്ട ചില നേതാക്കൾ തന്നെ. അങ്ങനെ ചിലരുടെ പോസ്റ്റ് പോലും ഞാൻ കണ്ടു. അത് ആ ഒരു രീതിയിലേക്ക് വരെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം ജിൻഡോ താങ്കളോട് അടക്കം ചോദിക്കാനുള്ളത്, ഈ 10 വർഷം ഭരിച്ചതിന്റെ വെളിച്ചത്തിൽ തന്നെ ഇപ്പോ രണ്ടാമത്തെ 5 വർഷം 21, 26 5 വർഷം എടുത്താൽ 140 മണ്ഡലങ്ങളിൽ അഭിലാഷ് 2000 കോടിയുടെയെങ്കിലും കുറഞ്ഞത് ശരാശരി വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട് ഈ 140 മണ്ഡലങ്ങളിലും. അപ്പൊ ഒന്നും ചെയ്യാതാണ് 140 മണ്ഡലങ്ങളിൽ 2000 കോടി രൂപയുടെ വീതം വികസന പ്രവർത്തനം നടക്കുന്നത്. അതില് ഈ ജനങ്ങൾ എത്രത്തോളം താതാത്മ്യം പ്രാപിച്ചല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ചോദ്യമൊന്നും അവിടെ ഒരു പ്രതിപക്ഷ MLA ചോദിച്ചിട്ടില്ല. തങ്ങളുടെ മണ്ഡലത്തിൽ എന്തെങ്കിലും ചെയ്യുന്നില്ല എന്ന് ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. പ്രശ്നം ഭരണപരമായ മികവിന്റെ പോരായ്മയാണോ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളിൽ മുരടിപ്പ് വരുത്തിയതാണോ? അത്തരത്തിലുള്ള ചർച്ചകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇലക്ഷന് മുൻപോ ഇലക്ഷൻ കാലത്തോ ഒന്നും ഉണ്ടായില്ല. പകരം വരുന്നത് എന്താണ്? പിണറായിയുടെ ധാർഷ്ട്യം, മറ്റു ചില ഘടകങ്ങൾ, ഇതൊക്കെയാണ് ചർച്ചയിൽ വരുന്നത്. വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല എന്നൊരു രൂപത്തിലല്ലോ ചർച്ചകൾ അവിടെ വന്ന് ഒരു ഘട്ടത്തിലും വന്നിട്ടുള്ളത്. അപ്പൊ അത് മൈൻഡ് ചെയ്യണം എന്നല്ല ഞാനിപ്പോ ഇവിടെ അഭ്യർത്ഥിക്കുന്നത്. അത്തരത്തിലുള്ള അപ്പീലിനും വരികയല്ല. പക്ഷെ പറയുമ്പോ 5 വർഷത്തെ അല്ലെങ്കിൽ 10 വർഷത്തെ LDF ഭരണത്തിന്റെ നരകയാതന അത് മാറ്റാനാണ് ജനങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചത് എന്നൊക്കെയുള്ള ആ ഒരു കുഞ്ഞൻ നമ്പ്യാർ പണ്ട് പറഞ്ഞിട്ടുള്ള കിഞ്ചന വർത്തമാനം മാത്രം പറഞ്ഞങ്ങ് പോകരുത്. അതിൻ്റെതായിട്ടുള്ള ഒരു ഇന്നർ പൊളിറ്റിക്സ് ഉണ്ട്. ആ ഇന്നർ പൊളിറ്റിക്സിൽ CPM-വുമായിട്ട് ബന്ധപ്പെട്ട LDF-വുമായി ബന്ധപ്പെട്ട കാതലായി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞല്ലോ. അതിന്റെ അപ്പുറത്തേക്കും കാര്യങ്ങളുണ്ടെന്നേ. അത് കുറെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്ട്രക്ഷന് ആവശ്യപ്പെടുന്നതാണത്. ആ ഡിസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് ചെയ്യാതെ പോകാനും കഴിയില്ല. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാർ എന്നുള്ള സ്വാഭാവികമായിട്ടും. അല്ല, അതിപ്പോ നമ്മൾ ഈ എത്രയോ കാലം മുമ്പ് ശ്രീനിവാസൻ എഴുതി വെച്ചതുപോലെ നമ്മൾ നാട്ടുകാർക്ക് വേണ്ടി എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തു, എന്നിട്ടും അവന്മാർ നമ്മളെ തോൽപ്പിച്ചല്ലോ എന്ന മട്ടിലാണോ ഡിസക്ട് ചെയ്യുന്നത് എന്നതാണ് പ്രശ്നം. എല്ലാ ഉത്തമമാരും പാർട്ടി ക്ലാസ്സിൽ പോകുന്നവരല്ലോ. അല്ല, അത് പറഞ്ഞില്ലേ, അത് ഇപ്പോ താങ്കൾ ചോദിച്ചല്ലോ, സ്വരാജിന്റെ കാര്യമാണല്ലോ ചോദിച്ചത് മുമ്പേ. അതൊരു പെർസെപ്ഷന്റെ പ്രശ്നമാണ്. നമ്മള് ഒരു പൊതുവെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് രാഷ്ട്രീയ നേതാക്കന്മാരും എന്നൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. അത് പറയാതിരിക്കാൻ കഴിയില്ല. ജനങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നവരാണ് എന്ന് കരുതുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എത്രയും വേഗം തിരുത്തുന്നതാണ് അവർക്ക് നല്ലത് എന്ന് ഞാൻ പറയും. അത് ആരാണെങ്കിലും ശരി, അതങ്ങനെയാണ് വേണ്ടത്. ജനങ്ങളിൽ നിന്നാണ് തിരുത്തേണ്ടത്. അല്ല ജനങ്ങളെ അങ്ങോട്ട് പഠിപ്പിക്കാൻ ചെന്ന് തിരുത്തുന്ന ആ ഒരു നടപടിയോട് ഒരു നിലയ്ക്കും യോജിക്കാൻ കഴിയില്ല. അവര് അധികാരത്തിൽ ഉള്ളവരാണെങ്കിലും ശരി, ഇല്ലാത്തവരാണെങ്കിലും ശരി, അതങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പൊ